മരുന്ന് കഴിക്കാതെ എങ്ങനെയാ രോഗം മാറുന്നേ? എല്ലാം ശരിയായി വന്നിരുന്നതാ. ഈ ഒരാഴ്ച കൊണ്ടാ ഇത്രയും മോശമായത്. ഇപ്പോ ബാപ്പച്ചിക്ക് ഒട്ടും വയ്യ. ശരീരത്തിന് ക്ഷീണം വന്നു കഴിഞ്ഞാ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല മോളെ. അതിനിപ്പോ സുബേറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദേ, ഇങ്ങനെ വളഞ്ഞുകുത്തി നടക്കുന്ന എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. പിന്നല്ലയോ രോഗാവസ്ഥ കിടക്കുന്ന സുബേറിന്റെ കാര്യം. ചില സമയത്ത് എന്റെ മുഖത്തേക്ക് നോക്കി കരയും. അത് കാണുമ്പോ ചങ്ക് തകർന്നു പോവും. മോളെ, സുബേറിനെ നിന്റെ കാര്യത്തിൽ പേടിയുണ്ട്. നിന്റെ ജീവിതം എങ്ങും എത്തിക്കാൻ പറ്റില്ലെന്ന് ഓർത്തുള്ള സങ്കടമുണ്ട്. പിന്നെ ഇങ്ങനെ എഴുന്നേക്കാനാവാതെ കിടക്കൂടി ചെയ്യുമ്പോഴേ ആ സങ്കടം കൂടുകയുള്ളൂ. പ്രാർത്ഥിക്ക്. പ്രാർത്ഥനയോളം വലിയൊരു മരുന്നേ ഈ ലോകത്തില്ല മോളെ. അത് രോഗത്തെ ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്യുന്നത്, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവും നമുക്ക് നേടിത്തരും. മോക്കിപ്പോ അത് അത്യാവശ്യമാ. ആദ്യത്തെ വീഴ്ചയിൽ നിന്നും കരകയറി വന്നപ്പോ ബാപ്പച്ചി ഉള്ളുകൊണ്ടെന്ന് സന്തോഷിച്ചതാ. പക്ഷെ ഇപ്പോ ഇതോടെ ബാപ്പച്ചിയുടെ മനസ്സും ചത്തു. ഒന്നിനും ഒരു താല്പര്യമില്ലാതെയായി. ആ സത്യാമ്മ വരുന്നുണ്ട്. ഇപ്പൊ തുടങ്ങും. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് രണ്ടടി നടന്നാലെന്താ? എപ്പോ നോക്കിയാലും ഒരു കുത്തിരിപ്പ് തന്നെ നോക്കേ. ഇരിക്കുന്ന വലിയ ബുദ്ധിമുട്ടിയാ. പിന്നെ ഈ നടക്കാനും ഓടാനും ഒക്കെ പോന്നെ. ഈ കൈയിനും കാലിനും ആവതില്ലാത്തവന്റെ അവസ്ഥയെ അത് നമുക്കെല്ലാം അറിയാവൂ. സത്യാമ്മ വഴക്കുറയുന്നു പേടിച്ചതേ അച്ഛൻ നടക്കാനോ ഓടാനോ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇത്രയും നേരം ഇതൊക്കെ ചെയ്തോണ്ടിരുന്നതാ. എന്നെ കണ്ടപ്പോഴാ വന്നിരുന്നത്. മോളെ, വാപ്പച്ചിക്ക് എങ്ങനെയുണ്ട്? അവസ്ഥയൊക്കെ വലിയ കഷ്ടാ സത്യാമ്മേ. എന്നെ ഓർത്തുള്ള ആദ്യം പേടിയോ മനസ്സില്. പിന്നെ എങ്ങനെയാ കൊടുക്കുന്ന മരുന്ന് വലിക്കുന്നത്? എനിക്ക് വെയിൽ കൊണ്ടിട്ടാൻ തോന്നുന്നു. നല്ല തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ മോളെ. പൊന്നി, ബാക്കി വന്നതൊക്കെ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നീ പോയിക്കോ. നാളെ വന്നാ മതി.